ചെന്നായയും 7 കുഞ്ഞാടുകളും. ഒരിക്കൽ ഒരു കാട്ടിനടുത്ത് ഒരു അമ്മ ആട് താമസിച്ചിരുന്നു. അവൾക്ക് 7 ചെറിയ കുഞ്ഞാടുകളുണ്ടായിരുന്നു. അവരെ അവൾ വളരെ സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം കുഞ്ഞുങ്ങൾക്കായി ഭക്ഷണം കൊണ്ടുവരാൻ അവൾക്ക് കാട്ടിലേക്ക് പോകേണ്ടിവന്നു. പോകുന്നതിനു മുൻപ് അവൾ പറഞ്ഞു, "എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കണം. ആരെങ്കിലും വാതിൽ തട്ടിയാൽ തുറക്കരുത്. കാട്ടിലൊരു അപകടകാരിയായ ചെന്നായിയുണ്ട്. അവന്റെ ശബ്ദം കർക്കശമായിരിക്കും, കാല് കറുപ്പായിരിക്കും." "ഭയപ്പെടേണ്ട അമ്മേ," കുഞ്ഞാടുകൾ പറഞ്ഞു. "ഞങ്ങൾ സൂക്ഷിക്കും." അമ്മ ആട് പോയി കുറച്ചു നേരത്തിനു ശേഷം ഒരാൾ വാതിൽ തട്ടി. "കുഞ്ഞുങ്ങളെ, വാതിൽ തുറക്കൂ, നിങ്ങളുടെ അമ്മ തിരികെ വന്നു." പക്ഷേ കുഞ്ഞാടുകൾ പറഞ്ഞു, "അല്ല അല്ല, ഞങ്ങളുടെ അമ്മയുടെ ശബ്ദം മധുരമാണ്, നിങ്ങളുടെ ശബ്ദം കർക്കശമാണ്, നിങ്ങൾ ചെന്നായിയാണ്." അങ്ങനെ ചെന്നായ ചോക്ക് കഴിച്ച് ശബ്ദം മൃദുവാക്കി വീണ്ടും വന്നു. പക്ഷേ ഈ സമയം കുഞ്ഞാടുകൾ ജനാലയിലൂടെ അവന്റെ കറുത്ത കാലുകൾ കണ്ടു. "ഞങ്ങളുടെ അമ്മയ്ക്ക് കറുത്ത കാലുകളില്ല, നീ ചെന്നായിയാണ്," അവർ പറഞ്ഞു. പിന്നീട് ചെന്നായ തന്റെ കാലുകൾ വെളുത്ത മാവിൽ മുക്കി വീണ്ടും വന്നു. "ആദ്യം നിങ്ങളുടെ കാലുകൾ കാണിക്കൂ," കുഞ്ഞാടുകൾ പറഞ്ഞു. വെളുത്ത കാലുകൾ കണ്ടപ്പോൾ അവർ വഞ്ചിതരായി വാതിൽ തുറന്നു. പക്ഷെ അകത്ത് കടന്നത് ചെന്നായയായിരുന്നു. ചെന്നായിയെ കണ്ടപ്പോൾ അവർ എവിടെയോ ഒളിക്കാൻ പാഞ്ഞു. ചിലർ കട്ടിലിനടിയിലും ചിലർ തിരശ്ശീലയ്ക്ക് പിന്നിലും ഒളിച്ചു. ചെന്നായ അവരെ പിടികൂടി തിന്നുകളഞ്ഞു. എന്നിരുന്നാലും കുട്ടികളിൽ ഒരാൾ വലിയ ക്ലോക്കിനുള്ളിൽ ഒളിച്ചു. ചെന്നായയ്ക്ക് അവനെ കണ്ടെത്താനായില്ല. അമ്മ ആട് കുടിലിലേക്കെത്താൻ പോകുകയായിരുന്നു. കുട്ടികൾ ഭക്ഷണം കാണുമ്പോൾ സന്തോഷിക്കുമെന്ന് അവൾ കരുതി. കുറച്ചു സമയത്തിനു ശേഷം അവൾ എത്തി. പക്ഷേ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടി. അവൾ അകത്തേക്ക് കയറി. തന്റെ കുട്ടികളെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അവൾ കരയാൻ തുടങ്ങി. "എനിക്കെന്തു പറ്റി, എന്റെ പാവം കുട്ടികളെ? വാതിൽ തുറക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചെന്നായ നിങ്ങളെ തിന്നുകളഞ്ഞു. എനിക്ക് നിങ്ങളെയെല്ലാം നഷ്ടപ്പെട്ടു." ആ നിമിഷം ക്ലോക്കിനുള്ളിൽ ഒളിച്ചിരുന്ന കുട്ടി പറഞ്ഞു, "അമ്മേ, ഇത് ഞാനാണ്, നിങ്ങളുടെ ഇളയ കുട്ടി. ഞാൻ ക്ലോക്കിലുണ്ട്, എന്നെ പുറത്തെടുക്കൂ." ആട് തന്റെ കുട്ടിയെ പുറത്തെടുത്ത് വീണ്ടും വീണ്ടും ചുംബിച്ചു. കുട്ടി മറ്റു കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരു കൂർക്കൻ വിളി കേട്ടു. അമ്മ പറഞ്ഞു, "ചെന്നായ ഇപ്പോഴും ഇവിടെ ഉണ്ടാകും. എനിക്ക് നീളമുള്ള കത്രിക കണ്ടെത്തി കൊണ്ടുവന്നു." അവർ തോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ചെന്നായിയെ കണ്ടെത്തി. ആട് നിശബ്ദമായി ചെന്നായിയുടെ അടുത്തേറ്റ് ചെന്നു. കത്രികയുപയോഗിച്ച് വയറ് കീറി. കുഞ്ഞുങ്ങളെ ജീവനോടെ കണ്ടെത്തി തുടർന്ന് അവയെ ഓരോന്നായി പുറത്തെടുത്തു. ചുംബിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്ത ശേഷം അവൾ കല്ലുകൾ കണ്ടെത്താൻ അവരോടാവശ്യപ്പെട്ടു. കുട്ടികൾ കല്ലുകൾ കൊണ്ടുവന്ന് ചെന്നായിയുടെ വയറ്റിലിട്ടു. പിന്നെ ആട് വയറു തുന്നിച്ചേർത്ത് കുടിലിലേക്ക് മടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെന്നായ ഉറങ്ങുന്നുണർന്നു. വെള്ളം കുടിക്കാൻ തോന്നി. വെള്ളം കുടിക്കാൻ കിണറ്റിലിറങ്ങി. വയറു നിറയെ കല്ലുകളുണ്ടായിരുന്നതിനാൽ ബാലൻസ് തെറ്റി കിണറ്റിൽ വീണു. വെള്ളത്തിൽ മുങ്ങി മരിച്ചു. ആടും കുട്ടികളും കുടിലിന്റെ ജനാലയിലൂടെ ചെന്നായിയെ നോക്കി നിൽക്കുകയായിരുന്നു. ചെന്നായിയെ ഒഴിവാക്കിയതിനാൽ അവർ പുറത്തുവന്ന് നൃത്തം ചെയ്യാൻ തുടങ്ങി.